നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മലബാർ കലാപത്തിന്റെ പ്രാധാന്യം എന്താണ്? അതിൽ പങ്കെടുത്തവർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ വരില്ലേ? ഒഴിവാക്കപ്പെട്ടെങ്കിൽ അതിന് ചരിത്രപരമായ വസ്തുതകളുടെ പിൻബലമുണ്ടോ? രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ഈ വിഷയത്തിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ്. പക്ഷങ്ങൾക്ക് രാഷ്ട്രീയത്തിന് നിറവുമുണ്ട്, മതപരമായ വ്യാഖ്യാനങ്ങളുണ്ട്. 100 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ് ഈ രീതിയിൽ ഇന്ന് തർക്ക വിഷയമായിരിക്കുന്നത്. ചരിത്രം ശ്രദ്ധിക്കുന്നവരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തർക്കമാണോ ഇത്? ചില അജണ്ടകൾ ഇതിന് പിന്നിലുണ്ടോ? പ്രൈം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മലബാർ കലാപം ചരിത്രം പറയുന്നതിൽ പിഴയ്ക്കുന്നത് ആർക്ക്? വലത് നിരീക്ഷകൻ ശ്രീ ശങ്കു ടി ദാസ്, CPM പ്രതിനിധിയായി ശ്രീ SK സജീഷ്, നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി, ഒപ്പം CI ഐസക്, ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹവും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ CI ഐസക്കിലേക്ക്. ശ്രീ ഐസക്, ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയമായ പ്രതികരണങ്ങളുണ്ടായി. CPM-ഉം കോൺഗ്രസും അടക്കം മലബാർ കലാപത്തിൽ ഇപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, അതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, ചില അജണ്ടകളുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. CPM പറഞ്ഞത് ഈ മലബാർ പേര് വെട്ടിയാൽ മലബാർ കലാപം ഇല്ലാതാവില്ല ചരിത്രത്തിൽ നിന്ന് എന്നാണ്. അത് വക്രീകരിക്കുന്നത്, അത്തരത്തിൽ ചരിത്രത്തെ വക്രീകരിക്കാനുള്ള ശ്രമം RSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ നീക്കം എന്ന് പറയുന്നു. കുറച്ചുകൂടി ഗൗരവമായി രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ താങ്കൾ അതേ നിലപാടിൽ തന്നെ തുടരുകയാണ്. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയവൽക്കരിച്ചത് ഈ സംഭവത്തെയും 1960 വരെ ആരും ഇതൊരു സ്വാതന്ത്ര്യ സമരമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു സാംസ്കാരിക പ്രസ്ഥാനവും ഒരു ചരിത്രകാരന്മാരും പറഞ്ഞു. 60കൾക്ക് ശേഷം കേരളത്തിൽ രൂപപ്പെട്ട രാഷ്ട്രീയമായ മുന്നണി ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ മുന്നണി രൂപീകരണം, മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ജന്മമാണ് ഇതൊരു ഇഷ്യൂ ആക്കി മാറ്റുന്നത്. ഈ ജയരാഘവൻ പറഞ്ഞതുപോലെ പേര് വെട്ടിയാൽ ഇത് അല്ലാതാകുകയില്ല എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാണ്. ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നോക്കണം. ടൈറ്റിൽ ബൈബിൾ എന്ന് എഴുതിയിട്ട് പിന്നെ തകഴിയുടെ കയർ പ്രസിദ്ധീകരിക്കുന്ന പോലെ ആയിരിക്കും ഈ ആളുകൾ, അതിനേക്കാളും നീചമായിരിക്കും. ബൈബിളെന്ന് പുറത്തെഴുതിയിട്ട്, ഹോളി ബൈബിൾ എന്ന് എഴുതിയിട്ട് തകഴിയുടെ കയർ എന്ന് പറയുന്ന പോലെ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ഈ 387 മാപ്പിള കലാപകാരികളെ അവരൊരിക്കലും നാഷണൽ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തിട്ടില്ല. കർഷകരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവരെ ഉയർത്തിയ കൊടി എന്ന് പറയുന്നത് ഖിലാഫത്ത് കൊടിയാണ് ഉയർത്തിയത്. അപ്പം ഇത് ഒരിക്കലും അവർ സ്വാതന്ത്ര്യ സമരം, പർട്ടിക്കുലർലി വാരിയംകുന്നത്ത് അഹമ്മദ് ഖാജിയുടെ നേതൃത്വത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനം ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തിരുന്നില്ല. ഇതൊരിക്കലും BJPയുടെ ആയിരിക്കും രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറയുന്നത്. BJPക്ക് ഇവിടെ എന്ത് നേട്ടമുണ്ടാകാനാണ്? നേട്ടമുണ്ടാകേണ്ട 2 മുന്നണികൾക്കാണ്. അത് പരസ്യമായ രഹസ്യമാണ്. അവർ ഓരോ ഇലക്ഷനിലും ഏതൊക്കെ ലെവൽ വരെ ഈ മതപ്രീണനവുമായി പോകുന്നു എന്നുള്ളത് ഇവിടുത്തെ ഏത് പൊട്ടക്കണ്ണനും അറിയാവുന്ന കാര്യമാണ്. അവരെ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ടൈറ്റിൽ ഇതായതുകൊണ്ടാണ് പ്രശ്നം. സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികൾ എന്നാണ് ഇതിൻ്റെ മലയാളത്തിലെ ടൈറ്റിൽ എന്ന് പറയും. അങ്ങനെ ഒരു ടൈറ്റിൽ 1857 മുതൽ 1947 വരെ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളിൽ ബലിദാനികളായ ആളുകളാണ്. ഈ ബലിദാനികളാരും തൻ്റെ എതിർ സമുദായത്തിൽപ്പെട്ട, ജാതിയിൽപ്പെട്ട ആരെയും ഭാരതത്തിലൊടത്തും കൊന്നിട്ടില്ല. നിരവധി സംഭവങ്ങളും സംഘർഷങ്ങളും ഭാരതത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരാരും തന്നെ മതപരമായി എതിരാളികളെ, നാട്ടുകാരെ കൊന്ന ചരിത്രമില്ല. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ സമരമാണ്. അതിന് പകരം ഈ സമരം ഇത് 921 ഇത് തുടങ്ങുന്നത്. 1836 മുതൽ ആരംഭിച്ചിട്ട് 921 അതിൻ്റെ ക്ലൈമാക്സിലെത്തി പരിസമാപ്തി വന്ന ഒരു സമരമാണിത്. അതിൽ 43 മാപ്പിള കലാപങ്ങളിൽ 42 നടന്നത് ഈ പറയുന്ന എറണാട്, തെക്കേ മലബാർ, എറണാട്, വള്ളുവനാട് താലൂക്കുകളിലാണ്. ഒരെണ്ണം മാത്രമാണ് കണ്ണൂർ നടന്നത്. അത് മട്ടന്നൂരിനടുത്താണ് നടന്നത്. മട്ടന്നൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് നടന്നത്. അപ്പം
തുടർച്ചയായി വരുന്ന ഈ ആക്രമണങ്ങൾ അതൊന്നും സാമ്രാജ്യത്തിനെതിരെ ആയിരുന്നില്ല. അത് കർഷക പ്രശ്നമാണെന്ന് ബ്രിട്ടീഷുകാരനായ ഇവിടുത്തെ കളക്ടർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് മലബാർ ടെനൻസി ആക്ട് നടപ്പാക്കിയിട്ടും ഈ ലഹളകൾക്ക് കുറവില്ലാതെ വന്നപ്പോഴാണ് ഈ തെക്കേ മലബാറിൽ പോലീസിനെ കൊണ്ട് റെയ്ഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. 17,000-ലധികം തോക്കുകളാണ് കണ്ടെത്തിയത്. അപ്പോൾ ഇത് സംഘടിതമായി ഓരോ സമരത്തിലും കൊല്ലപ്പെടുന്ന ഹിന്ദുക്കളാണ്. അല്ല, ഇതൊരു 100 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. മലബാർ കലാപത്തിന് 100ാം വാർഷികമൊക്കെ ആഘോഷിക്കാൻ പോകുന്നു ശ്രീ ഐസക്. 5 പതിറ്റാണ്ടായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗവുമാണ്. വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയം അവതരിക്കുകയും അതിന്മേൽ പഠനം നടത്തുകയും 3 പേർ ചേർന്ന് സമിതി ഉണ്ടാവുകയും ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയൊക്കെ ചെയ്യുമ്പോഴാണ്, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിനെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ രീതിയിൽ ചില അജണ്ടകളുണ്ട് ഈ വിഷയത്തിൽ എന്ന് പലരും പറയുന്നത്. ഇത്രയും 5 പതിറ്റാണ്ടായി ഇതിൻ്റെ ഭാഗമായി നിന്നിട്ട് ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനത്തിലേക്ക് പോകുന്നു, ഇങ്ങനെ നീക്കാൻ പോകുന്നു എന്നുള്ള ചോദ്യമാണ് മറ്റ് കക്ഷികൾ ഉന്നയിക്കുന്നത്. ഈ ICHR എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് അക്കാഡമിക് ഓർഗനൈസേഷനാണ്. അതിൽ യാതൊരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസും ഇല്ല. ഞാൻ 6 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെയും എന്നോട് ഒരു രാഷ്ട്രീയ നേതാവും ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ചരിത്രം ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത് തന്നെ 1857 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 150ാം വാർഷികം പ്രമാണിച്ച് അന്നത്തെ മൻമോഹൻ സിംഗ് ആണ് 2007 ഈ പ്രോജക്റ്റ് തുടങ്ങാൻ തീരുമാനിക്കുകയും അതിന് പ്രപ്പോസൽ കൊടുക്കുന്നത് ICHR, അന്നത്തെ ICHR ഗവേണിംഗ് ബോഡിയാണ് പ്രപ്പോസൽ കൊടുക്കുന്നത്. പ്രപ്പോസൽ കൊടുക്കുമ്പോൾ ഏതാണ്ട് ഒരു 3 കോടി ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇത് ICHRന് ചെയ്യാനൊക്കെ ഇല്ല. 5 ലക്ഷത്തിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള പവറോ ഇല്ലാത്തതുകൊണ്ട് കൾച്ചറൽ മിനിസ്ട്രിക്ക് കൊടുക്കുകയും കൾച്ചറൽ മിനിസ്ട്രി സാങ്ഷനായി 2009 ഈ ബന്ധപ്പെട്ട ആളുകളെ പ്രോജക്റ്റ് ചെയ്യാൻ ഏൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നിയമപ്രകാരം ഇവിടെ ICHR നോഡൽ ഏജൻസി മാത്രമാണ്. നിയമപ്രകാരം 3 വർഷം കൊണ്ട് തീർക്കേണ്ട പ്രോജക്റ്റ് 2015 പോലും തീർത്തിട്ടില്ല. ഇത് സാധാരണ നിങ്ങൾ അരുൺ ഷൂറിയുടെ പുസ്തകം എമിനന്റ് ഹിസ്റ്റോറിയൻസ് വായിച്ചു കാണും. അതിൻ്റെ അകത്ത് ഓരോ എമിനന്റ് ആയിട്ടുള്ള ചരിത്രകാരന്മാരും കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പോവുകയും അത് ഒരു റിപ്പോർട്ടും ഒരു പ്രോജക്റ്റും പൂർത്തിയാക്കി കൊടുക്കാതെ പിരിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെയുള്ളവരുണ്ടെന്ന് വ്യക്തമായ ധാരണയുടെ പേരിലാണ് 2015 ഞാൻ ഉൾപ്പെടുന്ന കൗൺസിൽ വന്നപ്പോൾ കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു 3 കോടിയുടെ പ്രോജക്റ്റ് 2.5 കോടിയും വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നറിയുന്നത്. അവരുടെ നേരെ പ്രോസിക്യൂഷൻ നടപടി ആരംഭിച്ചപ്പോൾ തട്ടിക്കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവർ കൊണ്ടുവന്ന മാനുസ്ക്രിപ്റ്റ് കൊണ്ടുവച്ചപ്പോൾ എനിക്ക് പേഴ്സണലായി വെരിഫൈ ചെയ്യണമെന്ന് ഞാനാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നോട് വെരിഫൈ ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാൻ തന്നതിൻ്റെ പേരിലാണ് ആദ്യം ഞാൻ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ റിപ്പോർട്ടിലാണ് 387 പേരെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് വിവിധ മാപ്പിള കലാപങ്ങളിൽ ഏർപ്പെട്ട 387 പേരെ നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. ഇവരുടെ പേരിലുള്ള ചാർജ് ഷീറ്റുകൾ, അത് ഞാൻ ഉണ്ടാക്കിയ ചാർജ് ഷീറ്റല്ല, ഈ ബന്ധപ്പെട്ട പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തവർ തന്ന ചാർജ് ഷീറ്റുകൾ ഞാൻ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റുമായി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഫാക്ച്വൽ ഇറേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇവരിൽ എല്ലാവരും തന്നെ പേരിൽ ഉള്ള ചാർജ് ഷീറ്റിൽ പറയുന്നത്, പോലീസ് കസ്റ്റഡിയിൽ വന്ന എല്ലാവരുടെയും പേരിലുള്ള ചാർജ് ഷീറ്റിൽ പറയുന്നത് ബലമായ മതപരിവർത്തനം, ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആക്രമണം, പൊതുമുതൽ നശിപ്പിക്കല്, അങ്ങനെയുള്ള ചാർജാണ് ഇവർക്കുള്ളത്. ഈ ചാർജിൽപ്പെട്ട ഇത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും തെറ്റായ വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. 1884 തൃക്കാളൂർ ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കടക്കുകയും പോലീസിനെ വിളിച്ചിട്ട് അതിൻ്റെ സംഭവങ്ങളൊന്നും വിവരിക്കുന്നില്ല. പോലീസ് വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരെ പൂട്ടിട്ടിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് ബ്രിട്ടീഷ് പോലീസ് ഡൈനാമിറ്റ് ഉപയോഗിച്ച് പൂട്ട് തകർക്കുന്ന തൃക്കാളൂർ ക്ഷേത്രത്തിന്റെ ഗേറ്റ് ആണ്. ശരി, തിരിച്ചു വരാം, നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. ശ്രീ SK സജീഷ്, ഇവിടെ ചരിത്രം ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി പഠനവും ഞാൻ ഇതൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് തീർത്താൽ മതി. പോലീസ് വെടിവെച്ചതിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പട്ടാളം വെടിവെച്ചു എന്നാ, ഇത് പറയാതെ പൂർത്തിയാവില്ല. പറഞ്ഞോളൂ. ഈ തൃക്കാളൂർ സംഭവം
അത് ഈ തന്നിരിക്കുന്ന പ്രോജക്റ്റിന്റെ അകത്ത് തന്നിരിക്കുന്ന പട്ടാളം തൃക്കാളൂർ ക്ഷേത്രത്തിൽ വെടിവെച്ച് 10 മാപ്പിള കലാകാരികൾ മരിച്ചു എന്നാണ്. അവിടെ പട്ടാളം വന്നില്ല, പോലീസാണ് വെടിവെച്ചത്. പോലീസ് വ്യക്തമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പൊ ഇത്തരം ഒരുപാട് തെറ്റുകൾ. അതുപോലെ തന്നെ ഈ നെയ്യാറ്റിങ്കര വെടിവെപ്പിൽ ഒരു പൊന്നപ്പൻ മരിച്ചു. ഒരേ പേജിൽ സെയിം ഡേറ്റ, സെയിം ഫാക്ടേഴ്സ് 3 തവണയായിട്ട് ആവർത്തിച്ചിട്ടുണ്ട് മാനുസ്ക്രിപ്റ്റില്. അത് ഞാൻ കാണിച്ചു തരാം, നിങ്ങളെ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ഇത്ര കെയർലെസ് ആയിട്ട് പണം പറ്റാൻ വേണ്ടി ഒരു ലോബി ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇവിടെ ഈ ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ചരിത്രം. അത് 1960 വരെ ഈ മലബാർ കലാപം അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി ആരും പറഞ്ഞിട്ടില്ല. പിന്നീട് നമ്മുടെ മുന്നണി സംവിധാനങ്ങൾ ഉണ്ടായി. അവർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് ആ രീതിയിൽ രൂപപ്പെടുത്തി എടുത്തതാണ്, ഇതിനെ ബന്ധിപ്പിച്ചതാണ് ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ തരത്തിൽ ഇതിനെ ഇന്ന് CPM-ന്റെ നിലപാടായി പറഞ്ഞത് മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെ വക്രീകരിക്കാൻ RSS ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. ഇപ്പോൾ ഈ വിവാദം ഉണ്ടാകുമ്പോൾ സജീഷ് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് എന്താണ്? ഏതെങ്കിലും തരത്തിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ശ്രീ രഞ്ജിത്ത്, നേരത്തെ സംസാരിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം ആരാണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അദ്ദേഹമാണ് ഈ പറഞ്ഞതുപോലെ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ശ്രീ ഐസക് ആണ്. അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളടക്കം നൽകിയത്. ഇപ്പോഴും ചരിത്ര ഗവേഷണ കൗൺസിൽ അംഗം കൂടിയാണ് അദ്ദേഹം. ഒരു കാര്യം അദ്ദേഹം അത്ഭുതപ്പെടുത്തുകയാണ്. 60കൾക്ക് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കളയുമ്പോ അദ്ദേഹം എന്ത് ചരിത്ര രചനയാണ് നടത്തുന്നത് എന്ന് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒന്ന്, ചരിത്രം രചിക്കേണ്ടത് RSSന്റെ ആലയിൽ നിന്നല്ല. RSSന്റെ ആലയിൽ നിന്ന് ചരിത്രം രചിക്കുമ്പോൾ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരന്റെ ഷൂവിലെ തുപ്പലിന്റെ ചരിത്രമായിരിക്കും രചിക്കപ്പെടുക. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രചിക്കപ്പെടുമ്പോൾ ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിനടിയിലുള്ള ദേശാഭിമാനികളുടെ രക്തക്കറയുടെ ചരിത്രം തർക്കമില്ല. 60കൾക്ക് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ ഒരു കവിത ശ്രീ MN കാരശ്ശേരി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജമ്മിമാരെ തീറ്റുവാൻ സമ്മതിക്കുകയില്ലെന്നതാണ് ഹേതു, ഏറ്റുമുട്ടാൻ ഹേതു. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ ഇല്ലെന്നതാണ് ഹേതു എന്ന് പാടിയതിന്, ആ കവിത ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചതിന് ബ്രിട്ടീഷുകാർ ദേശാഭിമാനിയെ നിരോധിച്ചിട്ടുണ്ട്. അതായത് ഈ മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരെടുത്ത നിലപാടുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചരിത്രം പറയുമ്പോൾ ചരിത്രം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ബ്രിട്ടീഷുകാർ എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത് എന്തിനാണ്? ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് അവരുടെ എല്ലാ രചനകളും. 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം മുതൽ അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ ഇന്ത്യക്കാർ വിശേഷിപ്പിക്കുന്ന, ആദ്യമായി കാൾ മാർക്സ് ആണ് അങ്ങനെ പറയുന്നത്. അതിനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് എന്താണ്? ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ശിപ്പായി ലഹള എന്നാണ്, കേവലമായൊരു ലഹള. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഓരോ ചരിത്രപരമായ ഏടുകളെയും ഈ തരത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, മതപരമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് ചരിത്രം എഴുതിയ ആളുകളുണ്ട്. അദ്ദേഹം രേഖപ്പെടുത്തുന്ന ചരിത്രം എന്നെല്ലാം പറയുന്നത് ഹിറ്റ്കോക്കിന്റെ ചരിത്രമായിരിക്കും. ഹിറ്റ്കോക്ക് എഴുതി വെച്ച കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നരനായാട്ടിന് നേതൃത്വം കൊടുത്ത പോലീസ് മേധാവിയായിരുന്നു അദ്ദേഹം എന്നതുകൂടി മനസ്സിലാക്കണ്ടേ. അതുപോലെ തന്നെ ദിവാൻ ഗോപാലൻ നായർ എഴുതി വെച്ചതാണെങ്കിൽ അദ്ദേഹം ആ കാലഘട്ടത്തിലെ 1921 കാലഘട്ടത്തിലെ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു. ഇവരെഴുതി വെച്ചതല്ലല്ലോ ചരിത്രം. അതിലപ്പുറത്തേക്ക് മഹാരഥന്മാരായ ഒരുപാട് ആളുകൾ എഴുതി വെച്ച ചരിത്രമുണ്ട്. ഈ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട്, മലബാറിലെ ഏറ്റവും ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എന്ന് നാം കാണേണ്ടതില്ലേ. മാത്രവുമല്ല, ബ്രിട്ടീഷുകാർ തന്നെ ഇത് കാർഷിക സമരമാണ് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണല്ലോ വില്യം ലോഗനെ ഈ സംഘർഷങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിലുള്ള കാർഷിക സമരം എന്ന് പരാമർശിച്ചു അദ്ദേഹത്തിന്റെ രചനയിൽ എന്ന് മാത്രമല്ല, അത് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ട് തിരുത്താത്തതിന്റെ ഭാഗമായിട്ടാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നത്, കടപ്പയിലേക്ക് സ്ഥലം മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഇതെല്ലാം ചരിത്രത്തിലുണ്ട്. അപ്പൊ ചരിത്രം പറയുന്ന ആളുകളാകുമ്പോൾ ചരിത്രപരമായി തന്നെ കാര്യങ്ങൾ പറയണം. 1920 ഗാന്ധിജി കോഴിക്കോട് സന്ദർശിക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ പ്രസംഗം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസിന്റെ സമരം ഉൾപ്പെടെ ആഹ്വാനം ചെയ്യപ്പെടുന്നു. 1 വർഷം കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടുമെന്നായിരുന്നു
ഗാന്ധിജി അന്ന് ആഹ്വാനം ചെയ്തത്? അതിന്റെ ഭാഗമായിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമരം, അതിനെ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അതിനെ വർഗീയപരമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഇത് ആർക്ക് വേണ്ടിയാണ് എന്നതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നതാണോ ഇതൊക്കെ? മോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ പുതിയ ചരിത്രം രചിക്കപ്പെടുകയാണോ? ചരിത്രം എന്ന് പറയുന്നത് വസ്തുതകളാണ്. ആ വസ്തുതകൾ സ്വാതന്ത്ര്യം 47 ലഭിച്ചതിന് ശേഷം ഇന്ന് വരെ അത് മുന്നോട്ട് പോവുകയാണ്, അതെല്ലാവരും ഉൾക്കൊള്ളുകയാണ്. എന്നാൽ ഇപ്പോൾ പുതിയ ചരിത്രം രചിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് രചിക്കുന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് ശ്രമിച്ചത്. ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും സകല മനുഷ്യരുടെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് ഭരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതേപോലെ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ചരിത്രത്തെ വികലമായി മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ മലബാർ കലാപത്തിന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പല ഘട്ടത്തിലും വഴിതിരിഞ്ഞു പോയ പശ്ചാത്തലമൊക്കെ ഉണ്ട്. അവിടെ യഥാർത്ഥ ലക്ഷ്യത്തോടെയുള്ള സമരത്തിൽ നിന്ന് വ്യതിചലിക്കുകയും വംശഹത്യയും മതപരിവർത്തനവും അടക്കമുള്ള പലവിധമായ കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ICHR ഇതിനെ എങ്ങനെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്താം എന്നുള്ളതിൽ സംശയം ഉന്നയിക്കുന്നത്. ഒറ്റ കാര്യം, അതായത് ഇപ്പൊ വാര്യംകുന്നത്തിനെ കുറിച്ചാണ് ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ സൈന്യത്തിന് നേതൃത്വം കൊടുത്ത ആരായിരുന്നു? നേതൃത്വം കൊടുത്തത് റാമി എന്ന് പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ നേതാവ്. അതുപോലെ തന്നെ നമ്പീശൻ എന്നറിയപ്പെടുന്ന ആളായിരുന്നു. ഇവരെല്ലാം ആയിരുന്നു. ഈ വാര്യംകുന്നത്ത് തന്നെ ഒരാളെയാണ് ആകെ തലവെട്ടി കൊന്നിട്ടുള്ളത്. അതാരായിരുന്നു? ഖാൻ ബഹദൂർ ചേക്കുട്ടി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ പാദസേവകനായ ഉദ്യോഗസ്ഥനെ ആയിരുന്നല്ലോ. ബ്രിട്ടീഷുകാർക്കെതിരെ സഹായിച്ചാൽ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് വാര്യംകുന്നത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അത് അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. എന്നാൽ അവിടെ ഇതിനെ വർഗീയപരമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ ഒരു വലിയ കലാപം നടക്കും. ചില ചരിത്രകാരന്മാരെല്ലാം പറയുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് വലിയ ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിന്റെ ചെറിയ ധാരകളിൽ തെറ്റായ കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. ആ തെറ്റായ കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമരത്തിനും പോരാട്ടത്തിനും നേതൃത്വം കൊടുത്ത ആളുകളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? ഇപ്പൊ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി 200-ലധികം പോലീസ് സ്റ്റേഷനുകൾ രാജ്യത്ത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 1000-ലധികം പോസ്റ്റ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 600ഓളം ബോംബ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ കീഴരിയൂർ ബോംബ് കേസല്ലേ? എന്നാൽ ഗാന്ധിജി അക്രമത്തിനാണ് ആഹ്വാനം ചെയ്തത്. ഗാന്ധിജി അഹിംസയുടെ ആളല്ല, അക്രമത്തിന്റെ ആളാണ് എന്ന് വിശേഷിപ്പിച്ച് ചരിത്രം എഴുതാൻ ആർക്കെങ്കിലും സാധ്യമാവുമോ? അങ്ങനെ സാധ്യമാകില്ല. അതുകൊണ്ട് ഇത് നാം മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങളായി നിൽക്കുന്ന പ്രശ്നം, ജമ്മികുടിയാൻ പ്രശ്നം, ആ പ്രശ്നത്തിന്റെ ഭാഗമായി അടിമകളായി ജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹം, ആ സമൂഹം ഈ ജമ്മിമാർക്കെതിരായി ഭൂസ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ, പാവങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് നെല്ലും പണവും വാങ്ങി ബ്രിട്ടന് സമ്മാനിക്കുന്ന ആളുകൾ, അവർക്കെതിരായി നടത്തിയ സമരമാണിത്. ആ സമരമാണ് ഏറ്റവും ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമരമായി നിൽക്കുന്നത്. ഇവർക്ക് ചരിത്രത്തെ ഇകത്തി കാണിച്ച്, ചരിത്ര പുരുഷന്മാരെ ഇകത്തി കാണിച്ച് ഈ കാലഘട്ടത്തിനെ നിർവചിക്കേണ്ടതുണ്ട്. അത് അവർക്ക് ചരിത്രത്തിൽ ഇടമില്ലാത്തത് കൊണ്ടാണ്. അതിവിടെ അനുവദിക്കാൻ വേണ്ടി ചരിത്രത്തെ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും സാധ്യമാകില്ല. അതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അനുവദിക്കുകയുമില്ല. ശരി, ശ്രീ MN കാരശ്ശേരി, ഇവിടെ ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ചിലർ സ്വാതന്ത്ര്യ സമരമായി വ്യാഖ്യാനിക്കുന്നു, ചിലർ കർഷക സമരമെന്ന് പറയുന്നു, മറ്റു ചിലർ അത് ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും വർഗീയ കലാപത്തിന്റെ നിറം കലർത്തുന്നു. അത്തരത്തിൽ വർഗീയ കലാപമാണെന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിരവധിയായ വ്യാഖ്യാനങ്ങൾ ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചരിത്രത്തിൽ പോലും ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്, പലവിധമായ വ്യാഖ്യാനങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ കാലഘട്ടത്തിൽ പോലും, ഈ 100ാം വാർഷിക സമയത്ത് പോലും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ വ്യക്തത ചരിത്രകാരന്മാർക്ക് പോലും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? രഞ്ജിത്ത്, ചരിത്രത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു തത്വം, ചരിത്രം എന്നൊന്നില്ല, ചരിത്രത്തിന്റെ വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു ഭൂതകാല സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു, അതാണ് ചരിത്രമായിട്ട് എഴുതുന്നത്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയും. ദർ ഇസ് നോ ഹിസ്റ്ററി, ഓൺലി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. ഇപ്പോ 1921 മലബാർ കലാപത്തെ പറ്റി 3 സിദ്ധാന്തം 4 കൂട്ടർ പറയുന്നുണ്ട്. ഒന്ന്, അത് ദേശീയ സമരമാണ് എന്ന് കോൺഗ്രസ്സുകാര്, അത് കർഷക സമരമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാര്, അത് ദേശീയ സമരവും
കർഷക സമരം കൂടിയാണ് എന്ന് മുസ്ലിം ലീഗുകാർ, അത് വർഗീയ കലാപമാണ് എന്ന് BJP-ക്കാർ. അപ്പോ ആദ്യം നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, ഇതിനെപ്പറ്റി പഠിച്ച ഒരാള് ഗാന്ധിയാണ്. 1924 യങ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, 1921 മലബാർ കലാപത്തെ സംബന്ധിക്കുന്ന സത്യം നമ്മൾ ഒരിക്കലും കണ്ടെത്തുകയില്ല എന്ന്. സത്യം കണ്ടെത്തുകയാണ് ഗാന്ധിയുടെ പണി. ഗാന്ധിയുടെ ജീവിതം അങ്ങനെയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് അത്ര സങ്കീർണമാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്, പല അംശങ്ങളും കൂടിയിട്ട് വളരെ സങ്കീർണമായ ഒന്നാണിത്. ഇത് ഇപ്പോ വർഗീയ കലാപമാണ് എന്ന് ഇപ്പോ അത് മാത്രമാണ്, അതാണ് അവിടെയാണ് പ്രശ്നം. വർഗീയ കലാപം മാത്രമാണ് എന്ന് പറയുന്ന പ്രശ്നം. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഞാൻ പറയും അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് വിരുദ്ധ സമരമായി ആരംഭിക്കുകയും ജന്മിവിരുദ്ധ കലാപമായി പടരുകയും ചിലയിടത്ത് ഹിന്ദു വിരുദ്ധമായി വഴിതെറ്റുകയും ചെയ്ത ഒന്നാണ് എന്ന്. അപ്പോ അതിലെ 3 ധാരകളുണ്ട്. അതിലിപ്പോ നിങ്ങൾ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണത്. അതിലിപ്പോ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വിചാരിച്ചാല്, എല്ലാവരും ചരിത്രമാണ് ഉപയോഗിക്കുന്നത്, രാഷ്ട്രീയക്കാര് മതക്കാരൊക്കെ. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ എന്താ? വസിൽ ചരിത്രമാണ്. ക്രിസ്തു അങ്ങനെ പറഞ്ഞു, ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, അവരുടെ ചരിത്രമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മതത്തിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന ചരിത്രമാണ്. അപ്പൊ ഏത് ചരിത്രമാണ് ഉപയോഗിക്കുന്നത് വെച്ചാല് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ചരിത്രം ഉപയോഗിക്കും. ഇപ്പോ ഞാൻ ആദ്യം പറയാനുള്ളത്, 2024 തെരഞ്ഞെടുപ്പില് BJP-ക്ക് ഈ ചരിത്രം കൊണ്ട് ആവശ്യമുണ്ട്. അതിന്റെ ആമുഖമായ കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, എൻ്റെ ഒരു സംശയം, അതായത് ഈ രാഷ്ട്രീയമായും മതപരമായും ഒക്കെ ചരിത്രത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ, അതിനെ വിശദീകരിക്കുമ്പോൾ യഥാർത്ഥ വസ്തുതകൾ മറഞ്ഞു പോവുകയല്ലേ? എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഭാവി തലമുറയ്ക്ക് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ പലതരത്തിൽ അത് വീണ്ടും വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നത് ഇത് അതുകൊണ്ട് തന്നെയല്ലേ? അല്ല, ഞാനിപ്പോ അതിന്റെ ഒറിജിനൽ റിസർച്ച് സ്വന്തമായ ഗവേഷണം നടത്തിയ ആളല്ല. ഗവേഷണം നടത്തി എന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചതിന്റെയും അതില് പലതരത്തിൽ ബന്ധമുണ്ടായിരുന്ന ആളോട് കുട്ടിക്കാലം തൊട്ടേ സംസാരിക്കുന്നതിന്റെയും പിന്നെ അവരുടെയൊക്കെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ പുസ്തകങ്ങൾ വായിച്ചതിന്റെയും പിന്നെ എന്റെ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, ഞാനത് പറഞ്ഞു, അത് ബ്രിട്ടീഷ് വിരുദ്ധമായി ആരംഭിച്ചു, പിന്നെ ജന്മി വിരുദ്ധമായി പടർന്നു, പിന്നെ അത് ചിലയിടത്ത് ഹിന്ദു വിരുദ്ധമായി വഴിതെറ്റി. ഈ ഹിന്ദു വിരുദ്ധമായി വഴിതെറ്റി എന്ന് ഇന്ന് പറയുന്നതല്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1940 ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിന്റെ ലേഖനത്തിന്റെ ഹെഡിങ് 1921 ആഹ്വാനവും താക്കീതെന്നാണ്. അതിലൊരു ആഹ്വാനമുണ്ട്, ഒരു താക്കീതുമുണ്ട്. താക്കീത് എന്താണ്? ഇങ്ങനെ വഴിതെറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഏത് ഭാഗമാണ് എടുത്ത് അതിശയോക്തിപരമായി വിപുലീകരിക്കുന്നത്? ഇപ്പോ അന്ന് ഞാൻ കേശവമേനന്റെ പുസ്തകത്തിൽ വായിച്ചത് നിർബന്ധ മതപരിവർത്തനം കൊണ്ട് കഴിഞ്ഞ കാലം എന്നുള്ള പുസ്തകമാണ് ഞാൻ ഓർക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30ഓളം ആളുകളെ മതപരിവർത്തനം നടത്തി എന്നാണ് കേശവൻ എഴുതിയായിട്ട് ഞാൻ വായിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നു അത് 2000 ആണ്, ഇപ്പൊ കേൾക്കുന്നു 20,000 ആണ്. കണ്ടോ? അപ്പൊ നിർബന്ധ മതപരിവർത്തനം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പറഞ്ഞുകൊണ്ടാണ് EMS പറയുന്നത്. അതിനകത്തൊരു താക്കീതുണ്ട്. അപ്പൊ അതൊന്നും പുതിയ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ ധാരണ ശരിയാണെങ്കിൽ ബംഗാളിയായ നമ്മുടെ മഹാകവി ടാഗോറിന്റെ കസിനായ സൗമ്യനാഥ് ടാഗോർ മലബാറിൽ വന്ന് ഇത് പഠിച്ചിട്ട് ഇത് എന്തുകൊണ്ട് കർഷക കലാപമാണ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ ആ കാലത്ത് ഒരു പുസ്തകം എഴുതി. നമ്മുടെ ഡോക്ടർ KKN കുറുപ്പ് പരിഭാഷപ്പെടുത്തി മലയാളത്തിൽ അതുണ്ട്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. കർഷക കലാപമാണ് എന്നുള്ളത് ആ കാലത്ത് തന്നെ, അതായത് ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിക്കുന്ന കാലത്ത് തന്നെയുള്ള ഒരു സിദ്ധാന്തമാണ്. പിന്നെ സജീഷ് പറഞ്ഞല്ലോ വില്യം ലോഗന്റെ കാര്യമൊക്കെ. അപ്പോ ഇതിനകത്ത് ഇപ്പൊ കർഷക കലാപം എന്ന് പറഞ്ഞാൽ എന്താന്ന് അതൊരു വാക്ക് പറയേണ്ടതുണ്ട്. എന്താ കാരണം എന്ന് വിചാരിച്ചാല് മലബാറിൽ ഭൂനികുതി ഉണ്ടായിരുന്നില്ല. സാമൂതിരിപ്പാടിന്റെ വരുമാനം എന്ന് പറയുന്നത് വലിയ കച്ചവടം നടന്ന സ്ഥലമാണ് കോഴിക്കോട്, വലിയ തുറമുഖമായിരുന്നു, കച്ചവടത്തിന്റെ ചുങ്കമായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാനം. ടിപ്പു സുൽത്താൻ വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് ഭൂനികുതി ഇല്ലാത്തത്, മൈസൂരിൽ ഭൂനികുതി ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് അദ്ദേഹം നികുതി ഏർപ്പെടുത്താനുള്ള സംവിധാനക്കായി വരുമ്പോഴേക്ക് 1792 അദ്ദേഹം 3ാം മൈസൂർ യുദ്ധത്തിൽ തോറ്റിട്ട് ശ്രീരംഗപട്ടണം സന്ധി അനുസരിച്ച് മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് ഇവിടെ ഭൂനികുതി ഏർപ്പാടാക്കുന്നത്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നികുതി അടക്കേണ്ടതാരാണ്? ജന്മിയാണ്. അപ്പൊ ഏതെങ്കിലും കുടിയാൻ പാട്ടം കൊടുക്കാതിരിക്കുകയോ അത് അളവ് കുറയ്ക്കുകയോ തെറ്റിക്കുകയോ ചെയ്താൽ
എന്താണ് പ്രശ്നം? പണ്ടാണെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പാണെങ്കിൽ അടുത്ത കൊല്ലം ഇരട്ടിപ്പാട്ടം എന്ന് പറയും. 100 പറ പാട്ടം ഉണ്ടെങ്കിൽ അത് 200 പറ എന്ന് പറയും. അത് 120 150 കൊടുക്കും, ചിലപ്പം 100 കൊടുക്കുള്ളൂ, അങ്ങനെ അങ്ങ് പോവത്. ഇപ്പോ വരൾച്ച വന്നു, വെള്ളപ്പൊക്കം വന്നു, അങ്ങനെയൊക്കെ ആവുമ്പോ ഇത് കൊടുക്കൂല, പാട്ടം കൊടുക്കൂല. ബ്രിട്ടീഷുകാർ വന്നപ്പോ എന്തായി? അത് പണമായിട്ട് വേണം, അത് ജന്മി അടയ്ക്കണം. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ജന്മിയോട് അനുസരണ കാണിക്കാത്ത കുടിയാനെ ഒഴിപ്പിക്കാൻ ബ്രിട്ടീഷുകാരുടെ പോലീസ് ഇവരുടെ കൂടെ നിന്നു. ശരി, അതിലേക്ക് വരാം. ദയവായി ക്ഷമിക്കാൻ, സമയക്കുറവുണ്ട്. നമുക്കൊരു ഇടവേള വളരെ പെട്ടെന്ന് അനിവാര്യമാണ്. പ്രധാനപ്പെട്ട അതിഥികൾ തുടരുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം അവരിലേക്ക് എത്താം. ശ്രീ ഐസക്, ഇവിടെ ബ്രിട്ടീഷ് വിരുദ്ധമായി തുടങ്ങിയ ഒരു സമരം, അത് ചരിത്രപരമായി അതങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പക്ഷേ വഴിതിരിഞ്ഞ് പോയിരിക്കാം. അതിന് ആ ചില ദൗർബല്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായും അങ്ങനെ വ്യാഖ്യാനിക്കുന്ന എന്തിനാണ് എന്നാണ് നിങ്ങളുടെ പഠനത്തെ, നിങ്ങളുടെയൊക്കെ വ്യാഖ്യാനങ്ങളെ എതിർക്കുന്നവർ പറയുന്നത്. എല്ലാ സമരങ്ങളും അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നല്ലോ ദേശീയ സമരത്തിൽ, അതും പറയുന്നുണ്ട്. അങ്ങനെ ചില വഴിതിരിക്കലുകൾ ഉണ്ടായെങ്കിൽ അത് മാത്രം മുൻനിർത്തി എന്തുകൊണ്ട് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി എന്താണ്? ഈ രണ്ട് സമരങ്ങളുടെ ഒത്തുചേരലാണ് നാം ഈ 1921 കാണുന്നത്. ഒന്ന്, നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം അടിസ്ഥാനപരമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ സമരമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അങ്ങങ്ങാണ്ടുള്ള തുർക്കിയിലെ ഖലീഫയുടെ അവകാശങ്ങൾ ബ്രിട്ടീഷുകാർ നിഷേധിച്ചതിന് വേണ്ടി നടത്തിയ സമരമാണ്. നമ്മൾ ആ സമരത്തിൻ്റെ ഫോക്കസാണ് നോക്കേണ്ടത്. ആ സമരത്തിൻ്റെ ഫോക്കസ് ദേശീയ വിഷയങ്ങളല്ല, ആൻസർ ചെയ്യുന്ന വിദേശ വിഷയങ്ങളാണ്. അവിടെ തന്നെ ഖലീഫായിക്കെതിരായിട്ട് തുർക്കിയിലെ ജനങ്ങളും മുസ്തഫ കമാൽ പാഷയും വരികയും അതിൻ്റെ എല്ലാ അവകാശങ്ങളും എടുത്തു കളഞ്ഞിട്ട് തുർക്കി ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആകുകയും ചെയ്തു. ഇവിടെ ഒരിക്കലും ബ്രിട്ടീഷ് വിരുദ്ധതയായിരുന്നില്ല. ഈ രണ്ടിൻ്റെയും കൂടെ യോജിപ്പ് വരുന്ന സമയത്ത് കൃത്യമായി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. കെ പി കേശവനും മാധവൻ നായരും ഒക്കെ നടന്നു കൊടുക്കുന്നുണ്ട്. ഇത് നോൺ വയലൻസ് ആയിരിക്കണം, അഹിംസാത്മകമായിരിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ഇന്ന് വാര്യംകുന്നൻ ഖാജി അടിച്ചു മാറ്റി ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് ഈ സമരം ചെയ്യുന്നത്. അതാണ് നാം മനസ്സിലാക്കുക. ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും തുർക്കി അയാളുടെ ഇഷ്യൂ ഒരു പ്രശ്നമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കും. തുർക്കി അവരുടെ ക്വസ്റ്റ്യൻ, ഇവിടുത്തെ ഖിലാഫത്തുകാരുടെ ക്വസ്റ്റ്യൻ അപ്രസക്തമായി മാറിയിരിക്കുന്നു. തുർക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഖലീഫ. പിന്നെ കർഷക പ്രശ്നമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ പോലെ കമ്മീഷനെ വെക്കുകയും മലബാർ ടെനൻസി ആക്ട് നടപ്പാക്കുകയൊക്കെ ചെയ്തു. ആക്ട് വന്ന സമയത്തുള്ള അതിൻ്റെ അകത്തെ റിസ്ട്രിക്ഷൻ മുമ്പ് കാരശ്ശേരി സാറ് പറഞ്ഞ പോലെ പിടിച്ചിറക്കി വിടാമായിരുന്നു പോലീസുമായിട്ട്. എവിക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായി കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ആ പ്രൊസീജിയർ പൂർത്തിയായതിനു ശേഷമേ പാട്ടകൃഷിക്കാരനെ ഇറക്കി വിടാനുള്ള അവകാശം ഈ ജന്മിക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ജന്മിയാണ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ആ ജന്മി എന്ന് പറയുന്നത് ഹിന്ദുക്കളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്, ക്ഷേത്രങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതൽ നായന്മാരായിരുന്നു, ഏറ്റവും കുറവ് മുസ്ലിങ്ങളുമായിരുന്നു. 8 ജന്മിമാരാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ക്ഷേത്രങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങളെ ആക്രമിച്ചിട്ടില്ല, ക്ഷേത്രത്തിൻ്റെ അധികാരികളെ ആക്രമിച്ച. ക്ഷേത്രം പൊളിച്ചത് വേറെ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ മുസ്ലിം ജന്മിമാരും ഈ ഹിന്ദു ജന്മിമാരും ഇക്കാര്യത്തിൽ അവർ ഒന്നാണ്. അവർക്ക് യാതൊരു വെറുപ്പും ഉണ്ടായിരുന്നില്ല. പണം പിരിക്കുന്ന കാര്യത്തിൽ അവർ സഹകരിച്ചാണ് നീങ്ങിയിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അവരെ ആക്രമിക്കാതെ ഹിന്ദുക്കളെ മാത്രം ആക്രമിച്ചതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു കർഷകരുള്ള, ഹിന്ദു തൊഴിലാളികളുള്ള, ഈ ഒരുമാതിരി പണമുള്ള ഹിന്ദുക്കളൊക്കെ അന്നേരം രക്ഷപ്പെട്ടു വിടുന്നു പോയി. പാവപ്പെട്ട ഹാൻഡ് ടു മൗത്ത് വേജ് ഏണേഴ്സായിട്ടുള്ള അന്തിക്ക് വക കൂലിപ്പണിയെടുത്ത് ചെയ്യുന്ന ആളുകളെയാണ് ആക്രമണത്തിന് വിധേയം. അവർക്ക് അങ്ങോട്ടും പോകാനോ ഇങ്ങോട്ടും പോകാനൊക്കത്തില്ല. ഇത് ജന്മിക്കെതിരെ ആയിരുന്നില്ല, ഇത് മതമേധാവികൾക്കെതിരെ ആയിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനപരമായ ഇരകളായി തീർന്നവർ സാധാരണക്കാരായ ഹിന്ദു ജാതിയിലെ താഴ്ന്ന വിഭാഗങ്ങളായിരുന്നു. മേലാളക്കന്മാർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു മുസ്ലിം ജന്മിയും ആക്രമിച്ചിട്ടില്ല. അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് ബ്രിട്ടനെതിരെ ആണെന്ന് പറഞ്ഞാൽ പോലും, സാങ്കേതികമായിട്ട് പറഞ്ഞാൽ പോലും, ഇൻ ഫാക്ട് ഇത് നടപ്പിലാകുമ്പോൾ അതിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഒരു രാജ്യം, ഒരു ഖിലാഫത്ത്, ഒരു ഖലീഫേറ്റ് ഇവിടെ ഉണ്ടാക്കുക എന്നുള്ള വ്യാമോഹം വാര്യംകുന്നലിലും സഹപ്രവർത്തകരിലും ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ മുസ്ലിം ജനസംഖ്യ കൂട്ടണം
എന്നുള്ള ഇന്ന് താലിബാനൊക്കെ കാണിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടു. ആളുകളോട് ബലമായി ഹിന്ദുമതം വിട്ടിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറയുകയും അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറല്ലാഞ്ഞ ആളുകൾ ഇവരാരും ബ്രിട്ടനൊന്നും ഒറ്റ കൊടുത്തിട്ടില്ല. അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത, ബ്രിട്ടൻ എന്നാ സ്വാതന്ത്ര്യം എന്നാന്ന് അറിയാൻ മേലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരെയാണ് ബലമായിട്ട് മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും അതിൽ പരിവർത്തനത്തിന് വിധേയമാകാത്ത ആളുകളെ ശരിയാ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വിസ്തരിച്ച് ശരിയാ നിയമപ്രകാരം വിസ്തരിച്ച് നിഗ്രഹിക്കുകയുമായിരുന്നു. അതാണല്ലോ തൂർക്കിണർ എന്ന് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ബ്രിട്ടനെതിരായിരുന്നില്ല. ഈ ബ്രിട്ടീഷ് അല്ല, ഇത്തരം ഈ വഴിതിരിഞ്ഞു പോയ പല കാര്യങ്ങളെയും ഈ കലാപങ്ങളെ ഒക്കെ അടക്കം എതിർത്ത ആളാണ് വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് ശ്രീ കെ മാധവൻ നായർ. അദ്ദേഹത്തിന്റെ മലബാർ കലാപം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, അയാളുടെ യുദ്ധം ഹിന്ദുക്കളോടായിരുന്നില്ല, ശത്രു ഗവൺമെന്റും ഗവൺമെന്റിനെ സഹായിക്കുന്നവരുമായിരുന്നു. ഒരുപക്ഷെ ചില ആളുകൾ അത്തരത്തിൽ വഴിതിരിഞ്ഞു പോയിരിക്കാം, ആ അവസരം മുതലെടുത്ത് പലവിധമായ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കാം. അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ മാറ്റി നിർത്തണോ എന്നുള്ളതാണ്. മാധവൻ നായർ തന്നെ വീണ്ടും പറയുന്നുണ്ട്, നീ എൻ്റെ ഓഫീസിൽ വന്നു പോയേക്കരുതെന്ന് പറയുന്നുണ്ട്. അയാള് ഹൈജാക്ക് സമരത്തിന്റെ നേതൃത്വം അയാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളുടെ തനി രൂപം തെളിയുകയായിരുന്നു, ചെമ്പ് തെളിയുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വ്യാമോഹം, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്, അത് മനസ്സിലാക്കണം. ആ പശ്ചാത്തലങ്ങളൊക്കെ മാധവൻ നായർ വിസ്തരിക്കുന്നുണ്ട്. അപ്പം മാധവൻ നായർ ഒരിടത്ത് പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കി കൺക്ലൂഷനിൽ വരുമ്പോൾ അത് മാറുകയാണ്. ആദ്യമൊക്കെ ഇങ്ങനെ ആയിരിക്കും തുടങ്ങുന്നത്. അപ്പം ഈ സമരത്തിൽ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയെങ്കിൽ ഇന്നിവിടെ ഭരിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിന്റെ പോലീസ് ഇവിടെ നിയമവാഴ്ച തകർന്നു കഴിഞ്ഞാൽ അവർ ഇന്റർഫിയർ ചെയ്യും. അത്തരമൊരു റോള് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇവരെ മാപ്പിള കലാപകാരികളെ കൊല്ലാനായിട്ടല്ല വന്നത്. ഇതിന് കീഴടങ്ങാത്ത ഹിംസാത്മകമായി പ്രവർത്തിച്ചവരെ, അതുപോലെ തന്നെ നിയമവാഴ്ച വെല്ലുവിളിച്ചവരെ, ആ ആളുകളെയൊക്കെ നിയന്ത്രിക്കുകയാണ്. ഈ ജയിലിൽ കിടക്കുന്ന 385 രക്തസാക്ഷികളിൽ 163 പേര്, ഈ 387 രക്തസാക്ഷികളിൽ 163 പേര് മാത്രമാണ് പോലീസുമായിട്ടോ അല്ലെ പട്ടാളവുമായിട്ടോ എൻകൗണ്ടറിൽ മരിച്ചിട്ടുള്ളത്. ആ എൻകൗണ്ടറിൽ ബാക്കി ഉള്ള ആളുകളിൽ മഹാഭൂരിപക്ഷം പേരും ഈ അക്കാലത്തുള്ള പകർച്ചവ്യാധികൾ പിടിപെട്ട് ജയിലിൽ മരിക്കുകയാണ് ചെയ്തത്. ആ ജയിലിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റു പലരെയും അവരുടെ പ്രോസിക്യൂഷന് അവരുടെ മേലുള്ള കുറ്റം തെളിയിക്കാൻ കഴിയാൻ വെറുതെ വിട്ട കേസുകളുമുണ്ട്. കുറെ പേരെ ശിക്ഷിച്ചിട്ട് നാട് കടത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ആളുകളെ, ഇങ്ങനെ സ്വയം മരിച്ചുപോയ ആളുകളെ പോലും രക്തസാക്ഷിയായിക്കൊണ്ട്, ഞാനിത് പരിശോധിച്ചതിന് ശേഷമാണ് പറയുന്നത്. ശരി, ഇവിടെ ഈ രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനായുള്ള ഒരു സമരമായിരുന്നില്ല അത്. ബ്രിട്ടീഷ് വിരുദ്ധത ആ സമരത്തിൽ ഒരിക്കലും ആ സമരത്തെ ആ തരത്തിൽ നയിച്ചിട്ടില്ല. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ICHR ഈ നിഗമനത്തിലെത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശ്രീ ഐസക്, അല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ത് മനോഹരമാണ്. ഞാൻ കേട്ട് ആസ്വദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ മനോഹരമാണ്, കേട്ട് ആസ്വദിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഞാനത് കൃത്യമായി ഞാൻ തന്നെ തുടരണോ അതോ ഞാൻ തന്നെ തുടരണോ? സജീഷ് പറഞ്ഞോട്ടെ, സജീഷ് പറഞ്ഞോട്ടെ ദയവായി. ആയിക്കോട്ടെ. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ആസ്വാദ്യകരമായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇന്റർഫെയർ ചെയ്യുകയായിരുന്നു. എന്തിനു വേണ്ടി? നിയമവാഴ്ച സംരക്ഷിക്കാൻ വേണ്ടി. എന്തൊരു സ്നേഹമായിരുന്നു ഈ നാടിനോട് ബ്രിട്ടീഷുകാർക്ക്. നിയമവാഴ്ച സംരക്ഷിക്കാൻ വേണ്ടി അവർ ഇന്റർഫെയർ ചെയ്തു, നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി എന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? അത് പറയുന്നതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ബ്രിട്ടീഷുകാരെന്താണോ ഈ ചരിത്രത്തിന്റെ അപനിർമ്മിതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇന്ന് സംഘപരിവാരത്തിന് വേണ്ടി ചരിത്രം അപനിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ 60-കൾക്ക് മുമ്പ് ആരും ഇത് പറഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യത്തെ എതിർക്കാൻ കാരണം. 1946-ലാണ് നേരത്തെ ശ്രീ MN കാരശ്ശേരി ഇവിടെ സൂചിപ്പിച്ച EMSന്റെ ലേഖനം പാർട്ടിയുടെ നിലപാടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടായി ആഹ്വാനവും താക്കീതും എന്ന നിലയിൽ ഈ സമരത്തെ വിലയിരുത്തി കൊണ്ടുവരുന്നത്. AKG ഈ സമരത്തെ വിലയിരുത്തിയത് പാരീസ് കമ്മ്യൂൺ ആണ്. പാരീസ് കമ്മ്യൂൺ പോലെ ഇതിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധവും ആ യുദ്ധത്തിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെടുന്ന രാജ്യത്തിന്റെ പേര് മുസ്ലിം രാജ്യമെന്നോ ഖിലാഫത്ത് രാജ്യമെന്നൊന്നുമല്ല.
രാജ്യം മലയാള രാജ്യമായിരുന്നു. അതൊരു പാരീസ് കമ്മ്യൂൺ പോലെ സിവിലിയന്മാർ നേരിട്ട് ഏറ്റുമുട്ടിയതാണ് എന്ന് പറഞ്ഞതിന് AKG ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു. AKG ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ AKG ജയിലിലായിരിക്കാനുള്ള കാരണം അതായിരുന്നു. താങ്കൾക്ക് അത് അറിയാമല്ലോ. താങ്കൾ ചരിത്രം എങ്ങനെയാണ് വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, മലബാർ കലാപം വർഗീയമായി വഴിതിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് EMS ആണ്. കോട്ടക്കൽ ആര്യവൈദ്യശാല സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിന്റെ ഈ മലബാർ കലാപത്തിന്റെ ഭാഗമായി സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിം പോരാളികളാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് PS വാര്യർ ഉൾപ്പെടെ പിന്നീട് എഴുതിയ കാര്യം നമുക്കറിയാം. ആ കോട്ടക്കൽ ആര്യവൈദ്യശാല ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു അനുഭവമാണല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതിന്റെ ഭാഗമായി തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും അദ്ദേഹം തെറ്റായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഖലീഫയ്ക്കെതിരായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ നിലപാടിന്റെ ഭാഗമായി തന്നെ മുസ്ലിം ജനസാമാന്യത്തിൽ ഉയർന്നു വന്ന സാമ്രാജ്യത്വ വിരുദ്ധത, ആ സാമ്രാജ്യത്വ വിരുദ്ധത, കൊളോണിയൽ വിരുദ്ധത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നതുകൊണ്ടാണ് ഗാന്ധിജി തന്നെ ഖിലാഫത്തുമായി സഹകരിക്കാനും ഖിലാഫത്തും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനുമുള്ള ആഹ്വാനമെല്ലാം ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധിയായ K. മാധവൻ നായരും മൊയ്തീൻ കോയയും U. ഗോപാലകൃഷ്ണനും യാക്കൂബ് ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ തൃശ്ശൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? തൃശ്ശൂർ ലഹള എന്നറിയപ്പെടുന്ന ഇതിന് തൊട്ടു മുമ്പേ നടന്ന സംഭവം, അതിന്റെ ഭാഗമായിട്ട് അവർ ഡോക്ടർ AR മേനോനാണ് അതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം അതിന്റെ സഹായത്തിന് അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെരുപ്പ് നക്കിയ സവർണാധിപത്യത്തിൽപ്പെട്ട ഈ സംഘപരിവാരത്തിന്റെ മൈൻഡുള്ള ചില ആളുകൾ അതിനെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ സഹായത്തിന് ആരാണ് പോയത്? സഹായത്തിന് അന്ന് ഡോക്ടർ AR മേനോൻ വിളിച്ചത് ഈ പറഞ്ഞ അന്നത്തെ മാപ്പിള എന്ന് വിളിക്കപ്പെടുന്ന ഈ സഹോദരങ്ങളെ തന്നെയാണ് വിളിച്ചത്. അവരെ സംരക്ഷയോടെയാണ് തൃശ്ശൂർ പൂരം നടക്കുന്ന തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ സത്രത്തിൽ താമസിച്ചുകൊണ്ടാണ് ആ കലാപത്തിന് സംരക്ഷണം, ആ സമരത്തിന് സംരക്ഷണം ഒരുക്കി. ഇതെല്ലാം ചരിത്രത്തിലുള്ളതാണ്. ഈ ചരിത്രത്തെയെല്ലാം നിങ്ങൾ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നാണോ കരുതുന്നത്? പിന്നെ അദ്ദേഹം നേരത്തെ ഇവിടെ ഈ നമ്മുടെ അവിടെ കൊലയുമായി ബന്ധപ്പെട്ട തൂർക്കിണറിന്റെ കാര്യമെല്ലാം പറഞ്ഞു. അതിൽ കൊല ചെയ്യപ്പെട്ട ആളുകൾ 30 പേരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എണ്ണത്തിൽ ചിലപ്പോൾ 1-2 വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിൽ 2 പേർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നല്ലോ. 2 പേർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നല്ലോ. ചരിത്രം പരിശോധിച്ചാൽ അറിയാം. സജീഷ്, ഈ വർഗീയമായി ഈ കലാപം വഴിതിരിക്കപ്പെട്ടു എന്നുള്ള വിലയിരുത്തൽ CPM നുണ്ടോ? അങ്ങനെ മനസ്സിലാക്കണേ. വിജയരാഘവനും അടക്കം ഈ വിഷയം ഇന്ന് പരാമർശിക്കുകയുണ്ടായി. ഞാൻ നേരത്തെ ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടം, കർഷക പോരാട്ടം, ആ പോരാട്ടത്തിന്റെ ഉള്ളടക്കം എന്താണ്? നമ്മൾ കാണേണ്ടത് ദൈവദത്തമായി കിട്ടുന്ന ഭൂമി എന്ന വിശ്വാസത്തിൽ, ജന്മം കൊണ്ട് ലഭിക്കുന്ന ഭൂമി എന്ന വിശ്വാസത്തിൽ ഈ ഭൂമിയുടെ അവകാശം മുഴുവൻ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അവരാണ് പാട്ടം പിരിച്ചത്. അവർ പാട്ടത്തിന് കൊടുത്ത കാണക്കാരുണ്ടായിരുന്നു. ആ കാണക്കാരിൽ നിന്നാണ് സാധാരണക്കാരായ പാട്ടക്കുടിയാന്മാരുണ്ടായിരുന്നത്. ഇവരിൽ നിന്ന് പണം പിരിച്ച്, സാധാരണക്കാരിൽ നിന്ന് പണം പിരിച്ച്, ഇനി വില്യൻ ലോഗൻ തന്നെ എഴുതി വെച്ചു, അദ്ദേഹത്തിന്റെ ലോകന്റെ റിപ്പോർട്ടിൽ പറയുന്ന പോലെ നാട് നീളെ ഉണ്ടായ ഒഴിപ്പിക്കലും ജമ്മിപ്പാട്ടം വർദ്ധിപ്പിച്ചതുമാണ് കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ജനങ്ങൾ ഒന്നാകെ ഈ ജമ്മിമാർക്കെതിരായും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായും സംഘടിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെതിരായി ഇത് രണ്ടുമാണ് മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ചത്. അതുമായി ബന്ധപ്പെട്ട കവിത പ്രസിദ്ധീകരിച്ചതിനാണ് ദേശാഭിമാനിയെ ബ്രിട്ടീഷുകാർ നിരോധിച്ചത്. ഇതെല്ലാം മുന്നുള്ള അനുഭവമാണ്. ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് നാം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ എവിടെയെങ്കിലും തെറ്റായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടാകാം, നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. ആ സാഹചര്യത്തെ അല്ല നാം അഡ്രസ് ചെയ്യേണ്ടത്. ആ സാഹചര്യത്തെ ഇതിന്റെ നേതൃത്വം തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് എന്ന് നിരവധിയായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി 600ഓളം ബോംബ് കേസുകൾ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് മഹാത്മാഗാന്ധി അഹിംസാവാദിയല്ല. മഹാത്മാഗാന്ധി തിരിച്ചു വരാം. ശ്രീ ശങ്കുറ്റിദാസ്, ഇവിടെ ഇതൊരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി തുടങ്ങിയ ഒരു സമരമാണ്. അവിടെ ചില വഴിതിരിയലുകൾ അത് ഉണ്ടായിട്ടുണ്ട്.
അതിനെ സാമാന്യവൽക്കരിക്കുന്നു. ആ തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ സീറ്റാറിന്റെ ഒക്കെ തരത്തിലുള്ള പഠനങ്ങൾ വരുന്നു, ഇവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഈ ചരിത്രത്തെല്ലാം പരിശോധിക്കേണ്ടി വരും. ശരി, ശ്രീ ശങ്കു. ചോദ്യം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. ശ്രീ ശങ്കു, അതായത് ഈ ചില വഴിതിരികൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ CPM ആയാലും സമ്മതിക്കുന്നുണ്ട്, വർഗീയമായ ചില കാര്യങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമരത്തിന്റെ ലക്ഷ്യം നല്ലതായിരുന്നു. ചില തരത്തിലുള്ള വഴിതിരിലുകളെ മാത്രം സാമാന്യവൽക്കരിച്ചുകൊണ്ട് മൊത്തത്തിൽ ഈ സമരത്തെ ഇങ്ങനെ വക്രീകരിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് പൊതുവെ ഉള്ള ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ നിലപാട്. സമരത്തിന്റെ ലക്ഷ്യം നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ഖിലാഫത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പരാജയപ്പെട്ടിട്ടുള്ള തുർക്കിയിലെ അധികാരഭ്രഷ്ടനായിട്ടുള്ള ഖലീഫയെ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു സമരത്തിന്റെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമല്ല. അതിൽ ഏതെങ്കിലും രാജ്യത്തോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അത് തുർക്കിയോടുള്ള സ്നേഹമാണ്. ഞാൻ നേരത്തെ അദ്ദേഹത്തിന്റെ കൗതുകരായിട്ടുള്ള വാദം കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണെങ്കിൽ എന്തിനാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഹിജ്റത്ത് മൂവ്മെന്റ് ഉണ്ടായത്? കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനായിട്ടുള്ള പട്ടാഭി സീതാരാമയ്യ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ പറയുന്നു, 1918 മുതൽ 20,000-ലേറെ ആളുകൾ ഹിജ്റത്ത് നടത്തി അഫ്ഗാനിസ്ഥാനിലേക്ക് കുടിയേറി. ഇന്ത്യ ദാരുൽ ഇസ്ലാം അല്ല, ദാരുൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക ഭരണത്തിലല്ലാതെ ശരിയാ ഭരണത്തിലല്ലാതെ തങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 20,000-ലേറെ ആളുകൾ കിട്ടിയതെല്ലാം കെട്ടിപ്പെറുക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു. അവർ അഫ്ഗാനിസ്ഥാനിലെ അതിർത്തിയിൽ വെച്ച് തടയുന്നു, ധാരാളം പേര് മരിക്കുന്നു, കുറെ പേർക്ക് മടങ്ങി വരേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഹിജ്റത്ത് പ്രസ്ഥാനം ഖിലാഫത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. ഏത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഈ രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നത്? ഈ ഖിലാഫത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വരെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മുന്നിൽ ഒന്നല്ലെങ്കിൽ ഹിജ്റ നടത്തുക അല്ലെങ്കിൽ ജിഹാദ് നടത്തുക എന്ന 2 ഉപായങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതായി സ്വാമി ശ്രദ്ധാനന്ദ് അദ്ദേഹത്തിന്റെ ഇൻസൈഡ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഗാന്ധിയോട് ആ വിഷയം നേരിട്ട് സൂചിപ്പിച്ചു. അപ്പോൾ ഗാന്ധി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത് ഇവിടെ ജിഹാദ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമാണെന്നാണ്. അന്ന് സ്വാമി ശ്രദ്ധാനന്ദ് ഗാന്ധിയോട് ചോദിക്കുന്നു, ഇപ്പോൾ അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായേക്കാം, നാളെ അത് ഹിന്ദുക്കൾക്കെതിരെ തിരിയില്ലെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പു പറയാൻ സാധിക്കും? അപ്പോ ഒന്നല്ലെങ്കിൽ ജിഹാദ് നടത്തുക അല്ലെങ്കിൽ ഹിജ്റത്ത് നടത്തുക, ഇത് രണ്ടുപേരും നടത്തിയിട്ടുണ്ട്. 20,000-ലേറെ ആളുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ അമീറുള്ള, അതായത് അഫ്ഗാനിസ്ഥാനിലെ രാജാവിനെ ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി ഖിലാഫത്തിന്റെ നേതാക്കന്മാർ കത്തയച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാവുന്നത്? ഒരു മുസ്ലിം ഭരണാധികാരിയോട് ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല, ഞങ്ങൾ ശരിയായ നിയമമുള്ള ഒരു സ്ഥലത്തേക്ക് പോയിക്കോളാം എന്ന് പറയുന്നത്, ഇതിന്റെ അടിസ്ഥാന പ്രേരണ, ഇതിന്റെ അടിസ്ഥാന പ്രചോദനം മതപരമാണ്. തുർക്കിയിലെ ഖലീഫ എന്ന് പറയുന്നത് ലോക മുസ്ലിം സമൂഹത്തിന്റെ, ലോക മുസ്ലിം ഉമ്മത്തിന്റെ ആധ്യാത്മിക രാഷ്ട്രീയ തലവനാണ്. അയാളുടെ സ്ഥാനം ഭ്രഷ്ടനാക്കപ്പെട്ടതിൽ ഉണ്ടായിട്ടുള്ള മതവൈകാരികതയാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനമായി മാറുന്നത്. ഇതിന്റെ പിന്നാമ്പുറം എന്താണ്? 1915 ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് തുർക്കി ലോകത്തോട് മുഴുവൻ ജിഹാദ് പ്രഖ്യാപിക്കുന്നുണ്ട്, ഓട്ടോമാൻ ജിഹാദ്. ഇത് 2 ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള, ഇത് 2 മതശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ്. തുർക്കിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക മത സംവിധാനത്തിനെതിരെ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള ക്രിസ്ത്യൻ മതഭരണകൂടം നടത്തുന്ന ആക്രമണമാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ അഭിമാനം സംരക്ഷിക്കാൻ തുർക്കിക്ക് വേണ്ടി ആയുധങ്ങൾ എടുത്ത് പോരാടാൻ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും ചുമതലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോമാൻ ജിഹാദ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അർമേനിയൻ ജീനോസൈഡ് ഉൾപ്പെടെയുള്ള സംഗതികൾ നടക്കുന്നത്. അതിന്റെ അനുരണനമായിട്ടാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനം മുന്നോട്ട് വരുന്നത്. ഖിലാഫത്തിന് ഏതെങ്കിലും സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നോ? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നോ? തുർക്കിയിലെ ഖലീഫയെ പുനരവരോധിക്കണമെന്നായിരുന്നു ഡിമാൻഡ്. 1919 ഖിലാഫത്ത് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഖിലാഫത്ത് മാനിഫെസ്റ്റോയിൽ എന്താ പറയുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ടോ? തുർക്കിയിലെ ഖലീഫയെ ഉടനടി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രോഷം നിയന്ത്രണാതീതമാകും എന്നാണ് ഖിലാഫത്ത് മാനിഫെസ്റ്റോയിൽ പറയുന്നത്. അപ്പൊ ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നില്ല. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരു മുന്നേറ്റം സ്വാതന്ത്ര്യ പ്രസ്ഥാനമാവുന്നില്ല. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും എല്ലാം ബ്രിട്ടനോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും നടത്തിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാവണമെങ്കിൽ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാവണം. MGS നാരായണൻ ഇപ്പോൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ 2015 തിരൂരിൽ വെച്ച് നടത്തിയിട്ടുള്ള മാപ്പിള ലഹളയെ പറ്റിയിട്ടുള്ള ദേശീയ സെമിനാറിൽ MGS നാരായണന്റെ പ്രഭാഷണം എന്താ പറയാ അച്ചടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ MGS നാരായണൻ പറയുന്നു,
അന്ന് കോൺഗ്രസ് നടത്തിയത് പോലും സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പിന്നെയല്ലേ കോൺഗ്രസിന്റെ കൂടെ കൂടിയ ഖിലാഫത്ത്. കോൺഗ്രസിന് 1920 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്ന 1930 മാത്രമാണ്. കോൺഗ്രസ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ട് പോകാൻ പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യം മുഴക്കുന്ന 1942 മാത്രമാണ്. 1885 കോൺഗ്രസ് ഉണ്ടാവുമ്പോൾ അത് ബ്രിട്ടീഷുകാരോട് കൂടുതൽ വിലപേശലുകൾ നടത്തി ഇന്ത്യക്കാർക്ക് കൂടുതൽ റെപ്രസെന്റേഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാർഗെയിനിങ് ബോഡി മാത്രമാണ്. 1920 കോൺഗ്രസിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊരു ഡിമാൻഡ് ഇല്ല. അങ്ങനെ ഇരിക്കെ കോൺഗ്രസ് തന്നെ നയിച്ചിരുന്നത് സ്വാതന്ത്ര്യ സമരമല്ല എന്നിരിക്കെ തുർക്കിയിലെ ഖലീഫയെ പുനരോധിക്കണമെന്ന് പറഞ്ഞ് നടന്നിട്ടുള്ള ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നത്? വ്യക്തമാണ്, താങ്കളുടെ പോയിന്റ് വ്യക്തമാണ്. എനിക്ക് അധികം സമയം താങ്കൾക്ക് തരാനില്ല, കാരണം അല്പം വൈകി വന്നിട്ടാണ്. നമുക്ക് ക്ഷമിക്കുക എന്നോട്. ശ്രീ സജീഷിലേക്ക് വരാം. ശ്രീ എം എൻ കാരശ്ശേരി, ഇവിടെ ഈ സ്വാതന്ത്ര്യ സമരം ദേശീയ സമരമെന്ന് ഒക്കെ പറയുന്നതിന് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, അത് ഏത് തരത്തിൽ, അതിന്റെ നിർവചനം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലൊക്കെ ഈ തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചർച്ചയ്ക്ക് വരികയല്ലേ? തീർച്ചയായിട്ടും. എന്താ വെച്ചാല് ആ കാലത്ത് ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിക്കുമ്പോൾ അതില് മുസ്ലിം ജനസാമാന്യത്തെ അതിന്റെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഖിലാഫത്തിന് പിന്തുണ കൊടുത്തത്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ പ്രസ്ഥാനമാണ്. അത് മലബാറിൽ മാത്രം ഉണ്ടായിട്ടുള്ളതല്ല. മലബാറിൽ മാത്രമാണ് ആയുധെടുത്തൊരു ഒരു സമരം ഉണ്ടായത്. അത് ഓർക്കണ്ട. കാരണം മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അബുൽ കലാം ആസാദ് തുടങ്ങിയുള്ള ആളുകൾ. പിന്നെ ഓർക്കേണ്ട വേറൊരു കാര്യം, മുസ്ലിം ലീഗുകാരന്റെ നേതാവ്, അന്ന് കോൺഗ്രസിലുണ്ട് അദ്ദേഹം, ജിന്ന ഈ സമരത്തിനെതിരായിരുന്നു. മുസ്ലിം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മഹാകവി മുഹമ്മദ് ഇക്ബാൽ ഈ സമരത്തിനെതിരായിരുന്നു. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അനി ബസന്റ് ഈ സമരത്തിനെതിരായിരുന്നു. അപ്പൊ മുസ്ലിങ്ങള് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ഒന്നാണെങ്കിൽ ജിന്നയും ഇക്ബാലൊക്കെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. അവരെതിർത്തു. ഞാൻ പറയുന്നത്, ഇപ്പോ നമ്മൾ ഇതിന്റെ അതിശയോക്തി, ഇപ്പൊ കഴിഞ്ഞ ഒരു ചർച്ചയിൽ കേട്ടൊരു കാര്യമാണ്, ഒരൊറ്റ ബ്രിട്ടീഷുകാരനെ ആക്രമിച്ചിട്ടില്ല. അപ്പൊ റൗലി, ജോൺസൺ എന്ന് 2 സായിപ്പന്മാരാണ് ആദ്യകാലത്ത് കൊല്ലപ്പെടുന്നത്. പിന്നെ വേറെ ഒരാള് ക്യാപ്റ്റൻ ജോൺ എറിക് ആവറൽ എന്നൊരു പട്ടാളക്കാരൻ കൊല്ലപ്പെടുന്നുണ്ട്. ഇതുപോലെ ഇപ്പോ നേരത്തെ പറഞ്ഞു, ഏറനാട്ടിലെ ഒരു മുസ്ലിം ജന്മിയെ ആക്രമിച്ചിട്ടില്ല. ഏറനാട്ടിലെ ഏറ്റവും വലിയ മുസ്ലിം ജന്മി എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടി തങ്ങളാണ്. കൊണ്ടോട്ടി തങ്ങളെ ആക്രമിക്കാനും അദ്ദേഹത്തെ കൊല്ലാനും ഇവർ പോയതാണ്. അത് നടന്നില്ല. പിന്നെ അനവധി മുസ്ലിങ്ങൾ, ഇപ്പോ ചെക്കുട്ടിയുടെ കാര്യം സജീഷ് പറഞ്ഞു, ഒരു കോൺസ്റ്റബിൾ ഹൈദ്രോസ് എന്നൊരാൾ കൊല്ലപ്പെടുന്നുണ്ട്. തുവൂർ കിണറിൽ കൊല്ലപ്പെട്ടതായിട്ട് ഞാൻ വായിച്ചത് 38 ഹിന്ദുക്കളും 2 മുസ്ലിങ്ങളും എന്നാണ്. കാരണം അവിടെ ഒരു പട്ടാളത്തിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ പട്ടാളത്തിന് ഒത്താശ കൊടുത്ത എല്ലാ ആളുകളെയും കൊന്നത് ശരിയാന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. പിന്നെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്, വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി ഇത് ഹിന്ദുക്കൾക്കെതിരായ ഒരു സമരമാണ് എന്ന് പുറം നാടുകളിൽ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഹിന്ദുവിന് ഒരു കത്തയച്ചു. ആ കത്ത് ഹിന്ദുവിൽ അച്ചടിച്ചു വന്നാണ്. അന്ന് 21 അച്ചടിച്ചു വന്നു. ഇപ്പൊ അത് അവര് കഴിഞ്ഞ സിനിമയുടെ വിവാദം വന്നപ്പോ അവര് പുനഃപ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഹിന്ദുവിൽ ഒരു കത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ബ്രിട്ടീഷുകാരനെ വളരെ പെട്ടെന്ന് താങ്കളുടെ മറുപടി സജീഷ്. അല്ല, ഒരു കാര്യം, അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPക്കും RSSനും വേണ്ടി. ശ്രീ ശംഖു BJPയുടെ RSSന്റെ വക്താവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മറ്റെല്ലാവരും നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും അതിന്റെ ധാരകളെ കുറിച്ചും ഒക്കെ വിമർശനം ഉന്നയിക്കുകയാണ്. ഇവിടെ RSS എപ്പോഴാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആവശ്യപ്പെട്ടത്? 1921 കോൺഗ്രസിനകത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിലെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ എപ്പോഴാണ് RSS ആവശ്യപ്പെട്ടത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടമായ സമയത്ത് ഗുരുജിയോട് ആളുകൾ ശാഖയിൽ ചോദിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നാണ് പറയുന്നത്, അതിന്റെ പ്രാഥമിക കാര്യങ്ങളായി എന്ന് ആവുമ്പോ ഗുരുജിയുടെ മറുപടി, ആര് പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടുമെന്നാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പോലും ഒരിക്കലും ഇന്ത്യയിൽ പ്രതീക്ഷിക്കാത്ത ഒരേ ഒരു വിഭാഗം, ഒരു സ്വാതന്ത്ര്യ സമരത്തിലും പങ്കുചേരാത്ത ഒരു വിഭാഗം. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ധാരകൾ ഉണ്ടായിരുന്നു. അതിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള മിതവാദികളുണ്ട്, തീവ്രവാദികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, സോഷ്യലിസ്റ്റുകാരുണ്ട്, ഖിലാഫത്തുകാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വിഭാഗങ്ങളായി തിരിഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ധാരകളുണ്ട്. ശരി. എന്നാൽ അതിലൊന്നുമില്ലാത്ത ഒരു ധാരയാണ് RSS പ്രതിദാനം ചെയ്ത
ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ചേരാത്ത ഒരു ധാര എന്ന് പറയുന്നത്. ശരി, നന്ദി ശ്രീ എസ് കെ സജീഷ്. ഒപ്പം ശ്രീ ശങ്കുറ്റി ദാസ്, എനിക്ക് സമയത്തിലൂടെ ദയവായി താങ്കളോട് ക്ഷമിക്കണം, താങ്കൾക്ക് അധികം സമയം തരാൻ പറ്റിയില്ല. ഒപ്പം ശ്രീ എം.എൻ. കാരശ്ശേരി, ശ്രീ CI ഐസക്, ICHR-ന്റെ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അംഗമാണ് അദ്ദേഹം. വളരെ പ്രധാനപ്പെട്ട ആൾ കൂടിയായിരുന്നു ഈ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ചരിത്രം മാറുമോ, മലബാർ കലാപത്തെ തള്ളുന്നതിന് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വീണ്ടും ചർച്ചകൾ ഉണ്ടാകുന്നു, ICHR തീരുമാനത്തിൽ എന്തൊക്കെ വസ്തുതകളുണ്ട് എന്നീ കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വന്നത്. എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.